ഇനിയും മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നവരെ നാം സൂക്ഷിക്കണം. കാരണം ഈ ഗോദ്ര അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം, ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ കലാപം, തീവെപ്പ്, കൊലപാതകം, ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ മനസ്സിലായിട്ടും എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിച്ച് വീണ്ടും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരെ നാം വളരെയേറെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു ഗോദ്ര ആയി മാറും. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൽ സംഘികൾ ഭരണം കൈയടക്കാൻ വേണ്ടി കുറെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൊന്നൊടുക്കി. മുസ്ലിങ്ങളെ കൊന്നു. അതിനു സഹായം സർക്കാരും പോലീസും ചെയ്തു കൊടുത്തു. പ്രതികളെ, ഇതിൽപ്പെട്ട മുസ്ലിങ്ങളെ കൊല ചെയ്ത ഹിന്ദുക്കളായ പ്രതികളെ നരേന്ദ്രഭായി എന്ന് പറയുന്ന, ആരാണ് നരേന്ദ്രഭായി എന്ന് അറിയാമല്ലോ അല്ലെ? അയാളാണ് എല്ലാ പ്രതികളെയും പുറത്തിറക്കിയത്. നാം ശ്രദ്ധിക്കണം. ഇനി ഇവർക്ക് കേരളമാണ് ലക്ഷ്യം. അതിന് ഇവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വശത്താക്കാൻ പല തരത്തിലുള്ള പരിപാടികളും ആസൂത്രണം ചെയ്യും. കാരണം ഇനി അവർക്ക് കേരളമാണ് ലക്ഷ്യം. അതിന് അവർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൂട്ടുപിടിച്ച് അവരവരുടെ വശത്തേക്ക് കൊണ്ടുവരാൻ പല രീതിയിലുള്ള ടെക്നിക്കുകളും ഉപയോഗിക്കും. നമ്മുടെ നാട് ഒരു ഗോദ്രയാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തരം വിഷവിത്തുകളെ തിരിച്ചറിയുക, അവരുടെ ചതിയിൽ പെടാതിരിക്കുക. നമ്മുടെ നാട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും എല്ലാം നിറഞ്ഞ നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു നാടായി മാറണം. അല്ലാതെ ഇവരുടെ മനസ്സിൽ അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം കിട്ടണം, അതിനുവേണ്ടി അവർ പല ജാതി കളികളും കളിച്ച് അതിൽ അവർ തന്നെ ആളുകളെയും കൊല്ലും, മുസ്ലിങ്ങളെയും കൊല്ലും, ക്രിസ്ത്യാനികളെയും കൊല്ലും. അവർക്ക് വേണ്ടത് ഭരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. കുറേ കാലം കഴിഞ്ഞ് തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ഇവരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.